അനുഗ്രഹിക്കണമേ കർത്താവ് ദൈവമേ യേശുവേ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നീക്കം തന്നെ. സന്തോഷമുള്ള എല്ലാവരും കരമരുത്തി സ്തുതിച്ചാൽ സമയം പറഞ്ഞാ പോകുന്നു. അതുകൊണ്ടാണ് പാട്ടുകളൊക്കെ ചുരുക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. പെട്ടെന്ന് ദൈവത്തിന്റെ വചനത്തിലേക്ക്. I want every children to be attentive. I know that you have your Bible. I may ask you to read the portions. I may ask you about the story. So I want everybody to be attentive. I mean, Joash, I cannot see your face. Can you? Says I are great. No, it's beautiful to see your face. It gives me a joy. I mean, so ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടി വന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് സമയം ഒട്ടും കളയാനില്ല. ഈ മാസം അവസാനിക്കുകയാണ്. ഈ വർഷത്തെ ദൂത് ചർച്ചിന് ദൈവം തന്നത് വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം. എന്തിനാ വിശുദ്ധിയെ തികയ്ക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ രക്ഷിക്കപ്പെട്ടത് ഇല്ലെങ്കിൽ മാമോദിസയേറ്റ് വിശ്വസിച്ച് യേശുവിനോട് ചേർന്നത്, ആരാധനയ്ക്ക് വരുന്നത്, ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നത് എന്തിനു വേണ്ടിയാ? ഒരു അനുഭൂതി കിട്ടാൻ വേണ്ടിയല്ല. അങ്ങനെ വരുന്നവരെ ഈ ലോകം കൊണ്ട് തീർന്നു. കർത്താവ് ഒരുക്കുന്ന നിത്യഭവനത്തിൽ എത്താനാണ്. എത്തിയിലെ വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അബ്രഹാം നേരത്തെ ഇത് അറിഞ്ഞിട്ട് ഭൂമിയിൽ ഒരു വീട് അവൻ ഉണ്ടാക്കിയില്ല. നമ്മളൊക്കെ വീടൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അബ്രഹാം പറയുന്നു, അവൻ കൂടാരങ്ങളിൽ എന്ത് ചെയ്തു? പാർത്തു. അവനറിയാം സ്ഥിരമായിട്ടൊരു നഗരവും ഈ ഭൂമിയിൽ ഇല്ല. നിലനിൽക്കുമെന്ന് പറയുന്ന യാതൊരു വ്യവസ്ഥകളോ ഒരു രാജ്യമോ ഒരു രാഷ്ട്രമോ ഒരു സിറ്റിയോ ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അവൻ ദൈവം ശില്പിയായി അടിസ്ഥാനമുള്ളതുമായ പഠനത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് അതിനു വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാര്യം നോക്കി ഇന്നത്തെ ആൾക്കാരുടെ പരിഹാസം കണ്ട് നിരാശപ്പെടും. അതിനല്ല, അതുണ്ട്. നീ സഹിക്കാൻ കൃപ പ്രാപിക്കണം. നീ അന്ത്യം നോക്കണം. ഈ ലോകത്തിൽ 70-80 വയസ്സുകൊണ്ട് തീരും. നിശ്ചിത തീരത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ വിശുദ്ധിയെ തികച്ച് ജീവിക്കണം. ഈ വർഷങ്ങളെല്ലാം ദൈവാചിന്തകളായിരുന്നു. കഴിഞ്ഞ വർഷം പറഞ്ഞു, ആരവിടെ എത്തത്തില്ലെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ, ഭയമുള്ളവർക്ക് എത്താൻ പറ്റില്ല. ഇന്ന് രാത്രി ഭയമാകട്ടെ. ബൈബിൾ പറയും, തികഞ്ഞ സ്നേഹം ഭയത്തെ, ഫിയർ ആണ് നിന്നെ നയിക്കുന്നതെങ്കിൽ, love the Lord your God with all your heart, all your mind and all your strength. Fear will be kicked out. ഭയം പോകും. സ്റ്റഡീസ് ആണെങ്കിൽ എന്തുമാണേലും, I mean, സ്റ്റഡിയുടെ കാര്യങ്ങൾ സ്കൂളിലെ, you are so scared about tomorrow's exam. I know Ruben has exam tomorrow, right man? Oh boy, that's what PSSA is, right? Oh my God, he has to tonight go and work on പെട്ടെന്ന് തീർക്കണം എനിക്ക്. കാരണം he has to work hard. I mean, പരീക്ഷ വരുമ്പോൾ assignments വരുമ്പോൾ it's so hard. പക്ഷെ ബൈബിൾ പറയും, you don't have to fear. Love the Lord your God with all your heart, all your mind, all your strength. Fear will be kicked out. ഇന്ന് രാത്രി ക്യാൻസർ ആണെന്ന് പറയട്ടെ, നെഞ്ചത്തൊരു മുഴ, ഇല്ലേ ശരിയാ, കൈക്ക് വേദന, കർത്താവ് സ്തോത്രം ചെയ്യണം. അമ്മൻ യേശുവിന്റെ നാമത്തിൽ. കാരണം എന്താണെന്നറിയാമോ? അമ്മൻ യേശുവിനെ സ്നേഹിക്കണം. കാരണം എന്താ? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരണം ഇസ് എ ലാഭം. മരണം എന്ന് പറയുന്നത് ഗെയിൻ ഫോർ എ ബിലീവർ. Death is not an end, because we know that God is preparing a place for us. നിങ്ങൾ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക നമ്മൾ പറയാം. അതുകൊണ്ടാ നോക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് അവിടെ എത്തണം. കർത്താവ് എത്തണം. ഒന്ന്, ഭയത്താൽ ജീവിച്ചാൽ പറ്റത്തില്ല. തലമുറകളെ കുറിച്ചുള്ള ഭയം കിക്കിടാവും. ദൈവമാണോ നിനക്ക് തലമുറ തന്നെങ്കിൽ അതിനെ പുലർത്താൻ കഴിയും. കുടുംബം തകരുമെന്നുള്ള കിക്കിടാവും. കുടുംബത്തിൽ ഏകാഗികളെ വസിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവൻ നിന്നെയും കൈവിടത്തില്ല. പക്ഷെ നീ വിശ്വസിക്കണം. ഭയം കിക്കിടാവും. അനേക കുടുംബജീവിതത്തിലുള്ള വഴക്കൊക്കെ ഉണ്ടെങ്കിൽ പേടി, ഞാൻ ഇത് ചെയ്തില്ല, അവൻ ഇങ്ങനെ ചെയ്യാല്ല, അവൾ ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി കാര്യം നന്മയ്ക്ക് പകരം തിന്മയിലേക്ക് എത്തിക്കും. യേശുവിനെ തികഞ്ഞ് സ്നേഹിക്കാൻ കഴിയാത്തതുകൊണ്ട് വീട്ടിൽ അടിയും പ്രശ്നമാണ്. കാരണം അവൾ ഇങ്ങനെ വെക്കും, ഞാൻ ഇങ്ങനെ വെച്ചില്ലെങ്കിൽ. അമേൻ. സോറി, ഇത് കിടക്കണം. ഞാൻ ആരോട് പറയുന്ന പോലെ തോന്നി. ശ്രദ്ധിക്കണം. അപ്പോള് വഴക്കുകൾക്ക് കാരണം ഭയമാണ്. എന്താ ഒത്തിരി അസുഖം കൂടാൻ കാരണം? പേടി. ഇതിനെല്ലാം കാരണം നമ്മുടെ ആദമോ ആ പഴം നിന്നുണ്ട്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ. You know why fear comes in our heart? Because we know a lot of things. Knowledge is always sometimes problem. അതുകൊണ്ട് ആ സഭാപ്രസംഗം ഒത്തിരി അറിയാതിരിക്കുന്നത് നല്ലതാണ്. കാരണം God wants you to live by faith.
കാഴ്ചയല്ലല്ലോ, എങ്ങനെ നടക്കണം? അതുകൊണ്ട് ദൈവം പറഞ്ഞു, God said many times, kids, you're going in school. There's a lot of Muslims who teach against the gospel, the word of God. They will try to indoctrinate you with doubt in your life. That's what Satan did at first. The Garden of Eden, right? There was 2 trees. What are the 2 trees in the middle of Garden of Eden? Which God said, ഒരു ട്രീയിൽ നിന്നും തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞല്ലോ. Do you know from which tree, George, God said do not eat from? Yeah. What was it? Try. Jake? The tree of good and evil? Yes. Tree of the knowledge of good and knowledge. ഗുഡും ഈവിലും തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴത്തേക്കാ നമുക്ക് പ്രശ്നമില്ലേ? ഗുഡാണേ സന്തോഷം എപ്പോഴും. പക്ഷെ ഈവിൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എന്റെ കർത്താവേ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. കാരണം ചിന്തിക്കുക, ട്യൂമർ, ഒരു മുഴ, അത് ട്യൂമർ ഒന്നും ആയിരിക്കത്തില്ല. ട്യൂമർ ആണോ കർത്താവേ? കാരണം അറിവ് കൂടിപ്പോയി. കാരണം ഈ മുഴയിൽ കൂടി ഇങ്ങനെ വരാം, അത് ട്യൂമറായിട്ട് മാറാം. അറിവ് കൂടുന്തോറും പ്രശ്നമാണ്. അപ്പോൾ ദൈവം പറഞ്ഞതേയുള്ളൂ, മക്കളെ നിങ്ങൾ തിന്നണ്ട, ഞാൻ തന്നെ ആകട്ടെ നിങ്ങളുടെ നന്മ തിന്ന. നിങ്ങൾ പിന്നെ എങ്ങനെ ജീവിക്കണം? കെയർ ഫ്രീ ആയിട്ട് ജീവിക്കണം. കെയർലെസ് ആയിട്ടല്ല, കെയർ ഫ്രീ. കെയർ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും. ഇപ്പൊ ജോയ്ഷിനും യു ആർ നോളജബിൾ bigger than toddlers. If you see little toddlers, not 2 years old or 3 years old, have you seen any 2 years or 3 years old worrying about what I'm going to eat tomorrow, how I'm going to pay my bills? Have you seen anybody like that, George? No, right? Jake, did you see? No. They're carefree, right? And do you think, haven't you seen a lot of kids while they're young? They may not have any, shorts or dress. They will be running around like joyful, right? They're carefree. Don't worry about anything, right, Ruben? God wants you to be carefree too. God wants you to be carefree too. So, in the Rathikal Mosanam, careless ആകരുത്. You have to be carefree. ഒത്തിരി കെയർ. അതുകൊണ്ടാ നാളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞ യേശു വിചാരിക്കും. ഈ കെയർ ഒത്തിരി അങ്ങ് കൂടുമ്പോഴാ നിന്റെ സമാധാനം പോവും, ഉറക്കം പോവും, കംപ്ലീറ്റ് പ്രശ്നമാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ഭക്തന്മാർ നല്ലതായിട്ട് ഉറങ്ങണം. സമയം പോയതുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു ഭയത്തെ അകറ്റണം, എന്നാലും അവിടെ എത്താൻ പറ്റുള്ളൂ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയങ്ങളും ഇന്ന് രാത്രി പോകട്ടെ. അതെന്തു ഭയമാണ്? മരണഭയമാണെങ്കിൽ പോകട്ടെ, തലമുറകളെ കുറിച്ചുള്ള ഭയം പോകട്ടെ, കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഭയമാണെങ്കിൽ പോകട്ടെ, അവൻ ഭാവിയെ കുറിച്ചുള്ള ഭയം യേശുവിന്റെ നാമത്തിൽ പോകട്ടെ. പുത്രനെ അങ്ങ് ചുംബിച്ചാൽ മതി. വഴിയിൽ വെച്ച് നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. അടുത്ത രണ്ടാമത് പറഞ്ഞു, അവൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, അവൻ സ്വപ്നം ചെയ്യുന്നു. ഒന്ന്, അവിശ്വാസികൾക്ക് അവിടെ നമ്മളെ അവിശ്വാസം, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തൊക്കെ എന്തോന്ന് പറഞ്ഞത് പാപം. പാപം അവിശ്വാസമല്ല, വിശ്വാസം ഉത്ഭവിക്കാത്തൊക്കെ നമ്മൾ വരുന്ന പാപം. കുടിച്ചു, അവൻ ഇങ്ങനെ വ്യഭിചാരം ചെയ്തു, ഇതൊക്കെ അങ്ങ് അയ്യോ അതിനേക്കാൾ വലിയ പാപം. ലിസ്റ്റിൽ പറഞ്ഞ ഒന്നാമത്തെ ഭയം. 2, അവിശ്വാസം. അതിനെക്കുറിച്ച് പറയുന്ന അവിശ്വാസമുള്ള ദുഷ്ട. അങ്ങനെയാണെങ്കിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ചിന്നമ്മേ വിശ്വാസമുണ്ടോ? എത്ര നാളായി സഭയിൽ നിന്ന് എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞിട്ടോ? നമ്മുടെ കാര്യമൊക്കെ അവിടെ പറഞ്ഞ അവരെല്ലാം കേൾക്കും, അറിയല്ലേ? നീ വരുന്ന ദൈവസന്നിധിയാണെന്നും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നും ചൊല്ലിട്ടുണ്ട്. വിശ്വാസം തൊട്ട് കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരെ വിശ്വാസമില്ല നീ ആരാധിക്കാൻ വരിക. പാപം ചെയ്യാനല്ലേ പോകുന്നത്, ആരാധനയ്ക്കാണ് പോകുന്നത്. ദുഷ്ടഹൃദയം എന്ന് പറയുന്നത് ദുഷ്ടത ഉടപറ. അടുത്തത് ബാക്കിയുള്ള ലിസ്റ്റ്, അതാണ് അശുദ്ധി. അത് ഏറ്റവും പ്രധാനമായെന്ന് പറയുന്നത് വിഗ്രഹാരാധന. ദൈവം ഒരുക്കുന്ന ഒരു കാര്യം, ഒരു നീണ്ട കൂട്ടം ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അവൻ എല്ലാ ദുർനടപ്പും ആ കൂട്ടം. അപ്പൊ ഈ വർഷം അശുദ്ധിയാകട്ടെ. അതെന്താണ്? ദൈവത്തെ അല്ലാതെ ഒന്നിനെയും നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. ദൈവവചനം അത് കട്ടായമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർക്കശമായി കർത്താവ് വളരെ കർക്കശമായി പറയുന്ന ഒരു കാര്യമാണ് വിഗ്രഹാരാധന വിട്ടകലുവിനോടുവിൻ. അപ്പോൾ ദൈവം ഇപ്പം ഈ മാസം എന്താ പറയാ, വിശുദ്ധിയെ തികച്ച് ജീവിക്കണം. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു വന്നപ്പോൾ ദൈവം ഞങ്ങളെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. ജീവിതത്തിലെ കുറവുകൾ കാണണമെങ്കിൽ ദൈവമുഖം കാണണം. 2 കർത്താവ് പറഞ്ഞു, അവൻ സ്വപ്നം ചെയ്യുന്നു. ദൈവമുഖം കണ്ടാൽ മാത്രം പോരാ, തിരിച്ചറിയണം. നമ്മൾ ചില പോയിന്റിൽ കൂടി കടന്നു പോകാം. ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം?
4 പോയിന്റ് പറഞ്ഞിട്ട് ഒരൊറ്റ വ്യക്തിയെ മാത്രം പെട്ടെന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ച് അറിയണം. അതുകൊണ്ടാ അവൻ കഴിഞ്ഞ മാസം മാർച്ചിൽ പറഞ്ഞു, ദൈവത്തിന്റെ മുഖത്ത് നോക്കി തിരിച്ചറിയണം ദൈവം എന്താ ആഗ്രഹിക്കുന്നത്. അത് വചനത്തിൽ കൂടി കഴിഞ്ഞ ദിവസം പ്രിയ ആൻ പ്രസംഗിച്ചപ്പോൾ മനോഹരമായിട്ട് ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ജനറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്, സ്പെസിഫിക് ആയി നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞ് ചെയ്യണം. കഴിഞ്ഞ ഇംഗ്ലീഷ് വർഷിപ്പിലെ പ്രിയ പേരിൽ സംസാരിക്കാനിടയായി. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സമയമില്ല, അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കില്ല. അടുത്തത്, രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രം പോരാ, അത് ചെയ്യണം. ഈ മാസം അതാ ഞങ്ങൾ ചിന്തിച്ചോണ്ടിരുന്നു. മാസം തീർന്നു. അപ്പൊ അതുകൊണ്ട് അവസാന കടശമായിട്ട് പറഞ്ഞ അത് അല്ല, അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ ഇഷ്ടത്തിന് നിന്നെ തന്നെ സമർപ്പിക്കണം, സറണ്ടർ ചെയ്യണം, കീഴടക്കണം. എന്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം. യേശു ഉദാഹരണം. 1, ഇഷ്ടം തിരിച്ചറിയണം. 2, നിന്നെ തന്നെയാണ് സമർപ്പിക്കണം. സറണ്ടർ ചെയ്യാതെ ഇഷ്ടം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് കാര്യമില്ല. തിരിച്ചറിയുന്ന ഒത്തിരി പേരുണ്ട്. ചെറുപ്പക്കാരുടെ യേശുവിലേക്ക് വന്നു, എല്ലാം ന്യായപ്രമാണം എല്ലാം ഞാൻ ചെയ്യുന്നു. യേശുവിനോട് ഒത്തിരി ഇഷ്ടമായി. യേശുവിനെ സ്നേഹിച്ചു എന്നാ പറയുന്നത്. ഒരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെ വിട്ടിട്ട് എന്താ പറയട്ട, യേശു വിറ്റുകൊടുക്കുന്നതിനേക്കാൾ ഉപരി അവനെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. നമ്മൾ ചാടി വീഴുന്നത് ധനവാന്മാർ. യേശു പറഞ്ഞു, ധനവാന്മാരുടെ കാര്യം പറഞ്ഞു. പക്ഷെ ധനവാന്മാർ പറയുമ്പോൾ ഓർത്തോളം, ദൈവത്തെക്കാൾ ഉപരി എന്ത് നിന്റെ ഹൃദയം ഇരിക്കുന്നു, അതാ പ്രശ്നം. പക്ഷെ യേശുവിന്റെ ആഗ്രഹം അവനെ കുറിച്ച് തന്റെ പുറകെ ഒരു യവനക്കാരൻ. എന്നാൽ ആ യവനക്കാരൻ മാറിയപ്പോ വേറൊരു യവനക്കാരനെ ദൈവം ഒരുക്കിയല്ലേ, കൊല്ലാനായിട്ട് ഓടി നടന്ന ഒരു പൗലോസിനെ, ശൗലിനെ പൗലോസാക്കി ദൈവം മാറ്റി. അവൻ സമ്പത്തും കളഞ്ഞ, അപ്പന്റെ സ്വത്തും എല്ലാം കളഞ്ഞിട്ട് he followed Christ till the death. ഈ യങ് മാൻ, റിച്ച് യങ് മാൻ, Christ loved him because he was following everything. പക്ഷെ കർത്താവിന്റെ ഇഷ്ടം അവനോട് പറഞ്ഞു, leave everything you have, come after me. എന്റെ പുറകെ വാ. അത് കേട്ടപ്പോൾ since he was so rich, he was so sad, അവനെ ദുഃഖിച്ച് വിഷമിച്ച് പോയെന്ന് പറയുന്നത്. അപ്പൊ ഇഷ്ടം അറിയാൻ പറ്റും, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് വിൽ. സറണ്ടർ ചെയ്യാൻ പറ്റണമെന്നില്ല, കീഴ്പ്പെടുത്താൻ പറ്റണമെന്ന് ഇല്ല. ഇന്ന് രാത്രി ദൈവ ഇഷ്ടം അറിഞ്ഞാൽ കീഴ്പ്പെടുത്തുക. ഇനി അടുത്തത് 3, സമയമില്ല, എനിക്ക് വായിപ്പിക്കാൻ സമയമില്ല. അടുത്ത 3, കീഴ്പ്പെടുത്തിയാൽ മാത്രം പോരാ, അത് ചെയ്യണം. അല്ലേ? എങ്കിലും എന്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞിട്ട് വേദനയുടെ താഴ്വര നടക്കാൻ ഈശോനാഥൻ തന്നെ ഏൽപ്പിച്ചു. കാരണം എന്താ, അവിടെ പിടിക്കാനായിട്ട് മഹാപുരന്മാർ, കിങ്കരന്മാർ വന്നപ്പോൾ പത്രോസ് കയ്യിൽ നിന്നുള്ള വാളെടുത്തിട്ട് ഒരുത്തന്റെ കാലം യേശു പെട്ടെന്നെടുത്ത് തൽസ്ഥാനത്ത് വെച്ച് സ്വപ്നം പറഞ്ഞു, വാളുറയിൽ വേണമെങ്കിൽ ഇവരെ കൊണ്ട് അടി ഉണ്ടാക്കി പിടിക്കാൻ രക്ഷപ്പെടാറുണ്ട്. നേരെ പറഞ്ഞ് യേശു രക്ഷപ്പെട്ടെന്ന് പറയുന്ന ഒത്തിരി പേർക്ക് മുസ്ലിങ്ങൾ എന്നാ പറയും. ഇല്ല സഹോദര, ആരെങ്കിലും മുസ്ലിം സ്നേഹന്മാരനെ കേൾക്കുന്നെങ്കിൽ, എന്റെ യേശു നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മരിച്ചു. നിങ്ങളുടെ ദൈവം ഒരു പക്ഷേ അവൻ സ്വർഗത്തിലേക്കും ഭൂമിയിലോട്ട് ഇറങ്ങി വരാത്ത ദൈവമാണെങ്കിൽ, ഞങ്ങളുടെ ദൈവം ഭൂമി ഇറങ്ങി വരുന്ന ദൈവമാണ്, തന്റെ ജനത്തോടൊപ്പം വസിക്കുന്ന ദൈവമാണ്. ഇതുപോലൊരു ദൈവത്തെ എവിടെ കിട്ടും? അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നത്. മാത്രമല്ല അവൻ യേശുനാഥൻ കഷ്ടങ്ങൾ സഹിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ പിടിക്കാൻ വരുമ്പോൾ അടുത്ത് ഞാനാകുന്നു പറയുമ്പോൾ അവരെ പടങ്ങി വീഴുക, അല്ലേ? എനിക്ക് ലഗ്യോൻ കണക്കിന് ദൂതന്മാരെ ഇറക്കരുതോ? ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് എന്തുവാ? അവന് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായി യാഗം കഴിക്കപ്പെടുന്നു. ആ ഇഷ്ടം ചെയ്യാൻ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇഷ്ടം ചെയ്യണം, വില്ലിൻ ആക്ഷൻ, അതത്തിന്റെ അപേക്ഷിതം. അടുത്തത്, ഈ ഇഷ്ടത്തെ കൂടെ കടന്നു പോകുമ്പോൾ എളുപ്പമല്ല, ഇടക്കുള്ളം പതറും. ഓർത്തോണം, നമ്മൾ സന്തോഷത്തോടെ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം കാൽവരി കുരിശിനെ കിടക്കുമ്പോൾ അലറി കരയുന്ന പുത്രനെ നോക്കിയാൽ മതി. എലോഹി എലോഹി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ, അറിഞ്ഞുകൊണ്ടല്ലേ ഏൽപ്പിച്ചു കൊടുത്തേ. വേദനയുടെ തകർച്ചകൾ കൂടി നീ നടക്കുമ്പോൾ നിന്റെ ഉള്ളം പറയും. യോഹന്നാൻ സ്നാപകനെ നോക്കണം. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ കൂടെ കടന്നു പോവുക. പുത്രനെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഹെരോദ്യ നിമിത്തം, ഒരു ബർത്ത്ഡേ പാർട്ടിയിലെ ഹെരോദ്യയുടെ മോഡ ഡാൻസ് നിമിത്തം അവനെ അറസ്റ്റ് ചെയ്തു.
തടവറയിൽ കിടക്കുമ്പോൾ അവന്റെ ഉള്ളം നിരാശപ്പെട്ടു. ഉടനെ ശിഷ്യന്മാരെ ഈശോയുടെ അടുത്ത് അയച്ചു വെച്ചു, വരുവാനുള്ളവൻ പതറിപ്പോയി. ചിലപ്പോൾ നീ ഇഷ്ടത്തിന്റെ പാതയിൽ കൂടെ നടക്കുമ്പോൾ നിന്റെ മനസ്സ് ക്ഷീണിക്കാം. ഞങ്ങൾ ഞായറാഴ്ച ചിന്തിച്ചു, യോസഫ് നിന്റെ 13 വർഷം ചെയ്യാത്ത കുറ്റത്തിന് അവൻ ദൈവത്തെ ആരാധിച്ചാ വരുന്നത്. ബൈബിൾ പറയുന്നു, അത് ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കുന്നു. അവന് കഷ്ടങ്ങളിൽ ദൈവത്തെ പഴി പറഞ്ഞില്ല. അവൻ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു. പൊത്തിഫറിനെ പിടിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നല്ലോ, കഷ്ടമാണല്ലോ എന്ന് പറഞ്ഞ് തകർച്ചയിൽ അവൻ നമ്മളെ തകർച്ച വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കുടിയായി പ്രശ്നമായി നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ നശിപ്പിക്കാൻ നോക്കും. നോ, യോസഫിന്റെ ജീവിതം എല്ലാം അമ്പയെ തകർന്നപ്പോഴും അവനെ അടിമയാക്കിയപ്പോഴും പൊത്തിഫറിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ സർക്കംസ്റ്റൻസിനെ പഴി പറഞ്ഞിട്ട് അവന്റെ ജീവിതത്തെ നശിപ്പിച്ചില്ലവൻ. അവൻ എക്സൽ ചെയ്യാൻ നോക്കി. തകർച്ച വരാം, വേദനകൾ വരാം, ദുഃഖങ്ങൾ വരാം, അപമാനങ്ങൾ വരാം, നിന്നെ ചവിട്ടിത്തേക്കാം. Be fruitful in your life. Joseph did not give up. Kids, let me tell you something. Things may not go well in your life tomorrow, but you need to serve a God who loves you. You need to follow that God. Never give up. You need to know that there's a God who loves you. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര വേദനയുടെ ആഴങ്ങളിൽ പോയാലും ദോഷമായിട്ട് എന്റെ ദൈവം എനിക്കൊന്നും. അതുകൊണ്ട് ജോസഫ് വാസ് സക്സസ്ഫുൾ in his brokenness, even in his failures. ഇന്ന് നിങ്ങൾ ഫെയിലിയേഴ്സിൽ കൂടെ പോകുന്ന ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഒത്തിരി പേര്. പക്ഷെ ഞാൻ പറയട്ടെ, ആത്മാവിൽ പറയാം, കുഞ്ഞെ, നിന്റെ പരാജയത്തിൽ നിനക്ക് ജയാളിയാകാം. ബൈബിൾ പറയും, യോസഫില്ലേ അടിമ ഒരു രാജകുമാരനായി വളർന്ന യോസഫ, സ്വപ്നങ്ങൾ കണ്ട് യോസഫ, ദർശനം കിട്ടിയ യോസഫ അടിമയാ. പക്ഷെ അയ്യോ, എന്നെ അടിമയാക്കിയെന്ന് കരഞ്ഞ് പിറ്റി പോലീസ് സ്റ്റേഷനിലോട്ട് പോയി അവൻ തളർന്നു കിടന്നില്ല. അവനെ കൊണ്ടുവച്ച പൊത്തിഫറിന്റെ വീട്ടിലും അവൻ ശ്രേഷ്ഠനായി. എടുത്തു നോക്കണം, അവനൊന്നും കാണുന്നില്ല, അടിമയുടെ ലേബലേ ഉള്ളെങ്കിലും ബൈബിൾ പറയാ, യഹോവ അവനോട് കൂടെ. ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന താഴ്വരയിൽ നീ ഒറ്റയ്ക്കല്ല. നിനക്ക് കാണാൻ പറ്റും. ദൈവം വെളിപ്പെടുത്തൊന്നുമില്ല, സംസാരിക്കത്തൊന്നുമില്ല. കാരണം ദൈവം നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ ചില ശോധനയെ കൂടെ വിടുക. അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ചു, അവൻ കഴിഞ്ഞ ആഴ്ചയിൽ അവന്റെ ദൈവത്തിന്റെ വചനത്താൽ അരുളപ്പാടിന് അവന് ശോധന വരികയും ചെയ്യുമ്പോഴും അവന്റെ കാലുകളെ അവർ ചങ്ങല കൊണ്ട് എന്ത് ചെയ്തു? തടവറെ കിടക്കുക. ഈ സിന്ധി പ്രിസൺ ചെയിനെ കിടക്കുക. അവിടെ വെച്ച് അവന്റെ ഹൃദയം ഒന്ന് പതറിയല്ലേ. കൃപകൾ കൊടുത്തു, ദർശനങ്ങൾ കൊടുത്തു. ഇതിനു മുമ്പ് സ്വപ്നം കാണാൻ, വിവേചിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. നിന്റെ ജീവിതത്തിന്റെ കഷ്ടതകൾ നിന്നെ ശുശ്രൂഷയിൽ വളർത്തും. നീ പോസിറ്റീവായി കർത്താവിനോട് ചേർന്ന് നല്ല ശുശ്രൂഷകൾ. ഇതിനു മുമ്പ് സ്വപ്നം കണ്ടു, ചേട്ടനോട് പോയി പറയും, ചേട്ടന്മാരോടെല്ലാം പറയും, അപ്പനോടും ഒക്കെ പോയി പറയും. പക്ഷെ ഇതെന്താ അർത്ഥം എന്ന് പറയും പുള്ളിക്ക്. ഇത് കേൾക്കുന്നത് അവർക്ക് മനസ്സിലാവുണ്ട്, പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ദേഷ്യം ഉണ്ടാണ് അല്ലേ. ഈ കഷ്ടതകൾ അവനെ ആരാക്കി. നമ്മുടെ കുഞ്ഞുങ്ങൾ തകർച്ചയിൽ കൂടി കർത്താവ് വിടുമ്പോൾ നീ നിരാശപ്പെടില്ല. കർത്താവേ, ഇതവനെ തകർക്കല്ലേ, അവനെ കത്തിച്ചു കളയല്ലേ. യോസഫിനെ പോലെ ദിവ്യാത്മാവിനാൽ എന്റെ താക്കോൽ വാക്കി ഞാൻ വായിക്കാൻ വിട്ടുപോയി. 114 സങ്കീർത്തനത്തിന്റെ അമേൻ സ്തോത്രം ചെയ്യുന്നു. 143 സങ്കീർത്തനത്തിന്റെ 10 വാക്യമായിരുന്നു. അമേൻ സ്തോത്രം ചെയ്യും, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണേ. അടുത്ത പറയാ, നിന്റെ നല്ല ആത്മാവ് സ്ട്രെയിറ്റ് പാത്തിൽ എന്നെ നടത്തട്ടെ. നേരെയുള്ള പാതയിൽ. അതാ എന്റെ താക്കോൽ വാക്യം. അപ്പോൾ നോക്കണമെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും അറിയാം. അപ്പം കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിയണം, അത് കീഴ്പ്പെടുത്തണം, അത് ചെയ്യണം. പക്ഷെ ഒരു കാര്യം ചെയ്തു നീ പോകുമ്പോൾ ഇടയ്ക്ക് തളരാം. യോസഫ് തളർന്നല്ലേ. 13 വർഷം 12 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തെ അവൻ തളർന്നു കാണും. പക്ഷെ 12 മുമ്പാന്ന് പറയത്തില്ല. അതുകൊണ്ട് തളർന്നപ്പോ പാനപാത്ര വാഹന്മാരുടെ പ്രമാണി പാനപാത്ര പറയാ, പിന്നെ നീ തിരിച്ചു പോവല്ലേ, എന്റെ കാര്യം. കാരണം ആശയറ്റുപോയി. ആശയത്തെ അവസ്ഥകളുണ്ടാകും. ട്രസ്റ്റ്. ഇന്ന് ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ കൂടി നടന്നു പോകുന്ന ഒറ്റയ്ക്ക് ആരും, എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ലാതെ അനാഥരെ പോലെ ഇന്ന് രാത്രി ഇവിടെ ജീവിക്കുന്ന ഈ മുറിക്കുള്ളിൽ കർത്താവരെ എന്റെ ദൈവത്തെ സംശയിക്കില്ല. നിന്നെ അവൻ അനാഥനായിട്ട് വിടത്തില്ല. നിന്റെ തല കുനിയാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ ഈ അവസ്ഥയിലാക്കിയത് നിന്റെ ശ്രദ്ധയൊന്ന് ആകർഷിക്കാൻ. അവന് നിന്നെ വേണം. നീ ഒരിക്കലും അല്ലെ ശ്രദ്ധിക്കത്തില്ല. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ഇന്നത്തെ മാറ്റി ഇന്നെ തലകുനിഞ്ഞിരിക്കുന്ന അവസ്ഥ മാറ്റി ഉയർത്തുന്നു. എന്റെ സാക്ഷ്യമാണേ, വെറുതെ പറഞ്ഞതല്ല.
അവൻ പിച്ചി ചിന്തി തകർക്കപ്പെട്ട ജീവിതമായ എന്റെ ദൈവം എന്നെ ഉയർത്തി ഇന്ന് രാത്രി നടത്തുമ്പോൾ ഞാനല്ല, ചാരത്തിൽ എഴുന്നേൽപ്പിക്കാൻ എന്റെ യേശുവിന് കഴിയും. നിന്റെ തലമുറയെ ചാരത്തിൽ എഴുന്നേൽപ്പിക്കാൻ എന്റെ യേശുവിന് കഴിയും. ലോകമെല്ലാം എഴുതി തള്ളട്ടെ, മുദ്രയടിക്കട്ടെ, നിന്നെ ഒറ്റപ്പെടുത്തട്ടെ, നിന്നെ നിർത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. God can make you stand even when everything shatters before you. നിന്റെ മുമ്പിലെല്ലാം തകരുമ്പോൾ നിന്നെ നിർത്തുന്ന ഒരു ദൈവം. യോസഫിന് മുമ്പിലെല്ലാം തകർന്ന ഞാൻ ഇവിടെ കിടന്ന് ഒടുങ്ങത്തേ ഉള്ളൂ തോന്നിയപ്പോഴാണ് അവസാനം ആ പാനപാത്രന്മാരുടെ വാഹന്മാരുടെ പ്രമാണിയുടെ ഹെൽപ്പ് നീ തിരിച്ച് രാജാവിനാ വീഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോ എന്റെ കാര്യം ഒന്ന് ആശയേറ്റുപോയി. ഇന്ന് രാത്രി അതുകൊണ്ട് ആ കഷ്ടങ്ങൾ കൂടെ പോകുന്ന ആരെങ്കിലും ആശയിച്ചവരുണ്ടെങ്കിൽ ആശ്രയിക്കുക ദൈവത്തില്. ശരിയാ, നീ നെല്ലിപ്പല കാണുകയായിരിക്കും, ആരും ഒരു കണ്ണിനും ദയവില്ലാതെ നീ ഒറ്റ അനാഥനെ പോലെ തകരുകയായിരിക്കും, അനാഥയെ പോലെ വിഷമിക്കണ്ട. ഇന്ന് രാത്രി അവനെ ആശ്രയിക്കുക, നീ മറക്കരുത്. അവൻ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. സമീല വാക്യങ്ങൾ വായിപ്പിക്കാൻ വിട്ടുപോകുക. അവസാനമായിട്ട് ഈ കഷ്ടങ്ങൾ കൂടി നീ കടന്നുപോയിട്ട് പുറത്തു വരുമ്പോൾ പ്രതിഫലമുണ്ട്. വെറുതെയല്ല അവൻ നിന്നെ ഉടയ്ക്കുന്നത്, തകർക്കുന്നത്. നിനക്കൊരു പ്രതിഫലം തരാം. ഒത്തിരി പേര് എനിക്കുണ്ട്, പക്ഷെ സമയമില്ല. അതിൽ ഒരാളാണ് നോവ. എത്ര പേർക്ക് നോവയെ കുറിച്ച് അറിയാം? നോവ ആർക്കറിയാം? You know about Noah, Ruben? What do you know about Noah? Can you say it loudly? Well, give me a microphone. Come on. I know that your sound is a little bit. Okay. Talk about Noah. What you know. That way, I want Jake to tell about Noah. Who is Noah? Noah has a family who built a big ark. Big ark, okay. Why did he build a big ark? Because God told him that there was going to be a big storm. Oh, big storm വരുത്താൻ പോകുന്നു, മഴ വരുത്താൻ പോകുന്നു ദൈവം പറഞ്ഞു. Okay. So he bought all his families and the animals. And what happened in the end? And then after the storm, he sent out a bird. Bird, okay. And then there was like a rainbow. Okay, there was a rainbow. Good. Okay, you know about the rainbow. Good. Great job. And the flood ended and they started living there, right? Okay, great. Jake, do you know anything else about it? You want to add something about Noah? Please. Noah was born during a time of sinfulness. പാപമുള്ള സമയത്താണ് നോഹ എന്ത് ചെയ്യുന്നത്? ഇന്ന് രാത്രി മോനെ ജേക്ക്, I mean, let me tell you something. You are born and living in a time full of sin in this world. സ്കൂളിൽ പോയാ പാപം പഠിപ്പിക്കുന്ന, നീ ചർച്ചിൽ പോയാലോ സ്റ്റേജിൽ നിന്ന് പാടുന്ന പിള്ളേർ പുറത്തോട്ടിറങ്ങി അവർ പറയുന്നതും ചെയ്യുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അതുകൊണ്ടാണ് നല്ലൊരു ശതമാനവും പള്ളിയിൽ പോകുന്ന കുഞ്ഞുങ്ങളാ കറപ്റ്റ് ആകുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചൊരു കാര്യം, കർത്താവ് എന്റെ കുഞ്ഞിനെ കൊണ്ട് ക്രിസ്ത്യൻ സ്കൂളിൽ വിട്ടിട്ട് അവിടെ കറപ്ഷൻ കാണുന്നതിനേക്കാൾ നല്ലതല്ലേ? ഒന്നും ക്രിസ്തുവിനെ അറിയാത്തവൻ തെറ്റിയതല്ലേ, ക്രിസ്തുവിനെ അറിയത്തില്ലെന്നറിയാം. എന്നാൽ ഈ ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ കാണിക്കുന്ന വക്രത പഠിക്കുന്നതിനേക്കാൾ അത്ര നല്ലതാ. അവൻ അതുകൊണ്ടാ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും ആർക്കും പാത്തു വെക്കാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ മധ്യത്തിൽ അവർ ജീവിക്കണം. പറയണം മോനെ പറഞ്ഞു. Yeah, so he was living in a sinful. That's beautiful. Yeah, പറഞ്ഞു. So God told him to build an ark so he could punish the sinful people. അതുകൊണ്ട് നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം, കാരണം ഞാൻ പാപമുള്ള ജാതിയെ സന്ദർശിക്കാൻ പോകും, അവരെ നശിപ്പിക്കാൻ പോകുക. പക്ഷെ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ദൈവത്തിന്റെ ഇഷ്ടം നോഹയെ കുറിച്ച് എന്തുവാ? പെട്ടകം ഉണ്ടാക്കണം. Great, great. I know you know more story. Do you want to add something, Joash, about it? Noah? Like Reuben said, at the end he showed a rainbow. Yes. He promised that he will. Hallelujah! He promised that he will never people again with the flood. കാരണം ദൈവത്തിന്റെ ഇഷ്ടത്തിൽ കൂടെ നീ പോയി പുറത്തു വന്നു കഴിയുമ്പോൾ നിനക്കുള്ളതാ ഒരു വാഗ്ദത്തം, കവനന്റ് പ്രോമിസ്.
അങ്ങനെ പെട്ടെന്ന് വാക്യങ്ങൾ വായിക്കാം. ഗുഡോ കാര്യങ്ങളൊന്നും അടിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങള് അവർ വന്നിട്ട് പോയതല്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊന്ന് വായിക്കാം. എന്നോടുകൂടെ നടക്കണേ, ജയിക്കും. എല്ലാവരും കുഞ്ഞുങ്ങൾ നോക്കണേ. പെട്ടെന്ന് വായിച്ചോ. ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് പോകാം. ജനസിസ് പെട്ടെന്ന് ചില വാക്യങ്ങൾ പറഞ്ഞോളൂ. 5:29 5-ാം അധ്യായം 29-ാം വാക്യം. കിഡ്സ് നോക്കണം. അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടായപ്പോൾ അപ്പനും അമ്മയും എന്തോ ചെയ്തെന്ന് കാണിക്കാം. I mean, can you read somebody? അഭിമോൾ വായിച്ചാട്ട് 5:29. And he called his name Noah, saying, This one will comfort us concerning our work and the toil of our hands because of the ground which the Lord has cursed. മലയാളത്തിൽ നിന്ന് വായിച്ചാട്ട് 5:29. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന്. So look, let me ask you something, Ruben, kids, let me ask you something, and Abby and Christine and whoever, I mean, I don't see where is Abhishek or wherever you are. I mean, let me ask you something. Do your parents say this same word? അവര് പറയുക, കഷ്ടത നിറഞ്ഞ പാപം നിറഞ്ഞ വേദനയുള്ള ഈ ഭൂമിയിൽ എന്റെ കുഞ്ഞെന്നെ എന്ത് ചെയ്യും? Are you a comfort for your parents? അതോ are you a headache for your parents? നോ എന്ന പേരിന്റെ അർത്ഥമാ ആശ്വാസം. Are you a comfort? Are you pain for your parents? Learn to be a comfort. Let your dad and mom say, my child is a comfort. Let them not run after solving problems which you create. നീ ഉണ്ടാക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ ആകരുത് നിന്റെ അമ്മയുടെ അപ്പന്റെ ഓട്ടം. You should be a comfort for your parents. They should bless you from their heart. പറയണം, എന്റെ റൂമൻ മോൻ, he's a good boy. Lord bless him because he cares for me. Upon parayana, your dad should say, your mom should say, Josh, your parents should say, my kid is a comfort. സമയമില്ല, എനിക്ക് അവിടെ നിൽക്കാൻ സമയമില്ല. ബൈബിൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ പറയാം എന്ത് ബ്യൂട്ടിഫുൾ ആ. സമയമില്ല. ഇനി അടുത്തത് അവിടെ നിന്ന് ആമേൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് 6-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് പോകാം. The Lord said, My spirit shall not strive with man forever. അവിടെ പറയുന്നു, എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. നോഹ ജനിച്ചു. ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കാൻ മനുഷ്യ പാപം വിട്ട് തിരി. എന്നിട്ട് വായിച്ച നമ്മളെ അടുത്തത്, For he is indeed flesh, yet his days shall be 120 years. അവൻ ജഡമല്ലോ, അവന്റെ ആയുസ് എത്ര ആയിട്ട് മാറും? 120. പാപം ദേവന്റെ സിൻഫുൾ ടൈം മോനെ. സിൻഫുൾ ടൈമിൽ നമ്മെ സിന്നിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമാണ് ഹോളി സ്പിരിറ്റ്. He will talk to you, he will deal with you, he will bring you convictions in your heart. പക്ഷെ എത്ര ആത്മാവ് പ്രവർത്തിച്ചിരിക്കും എന്തുവാ? ഹൃദയം കല്ലാക്കി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവല്ല ഏത് ആത്മാവ് വന്നാലും. ഇന്ന് രാത്രി കൊണ്ട് എന്നാ കണ്ണീര് വരാത്തെന്നറിയാമോ? കല്ലായി. ആത്മാവിന്റെ ചലനം വരുമ്പോൾ ഉരുകാൻ കഴിയാതെ പാടുന്നു. കഥാ പറഞ്ഞ പിന്നെ നോഹയെ വിളിച്ചു, നോഹ, ദിസ് ഇസ് മൈ വിൽ. അവിടെ പറയുന്ന സമയമില്ല. നോഹ ദൈവത്തിന്റെ കൃപ കണ്ടെത്തി. അപ്പം ഫൗണ്ട് ഗ്രേസ്, ഫൈൻഡ് ഗ്രേസ് ഇൻ ഗോഡ്സ് ഐസ്. ഗ്രേസ് കണ്ടെത്തിയ ദൈവം നിന്നോട് ഇഷ്ടം പറയും. He will make you understand what his will is. ദൈവം പറഞ്ഞു, you have to make a big ark. I'm going to bring rain. You didn't know something. In the time there was no rain on this universe. Never in this year there was no rain. മഴ എന്നൊരു പ്രതിഭാസം ഉണ്ടായിരുന്നില്ല. അന്നത്തെ സയൻസ് പറയുന്നു, what rain? Come on, man. Never in history there was any rain. Ever going to be any rain? He has gone. He's as loco. I mean, he's a crazy man എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ചിരിച്ചു. പക്ഷെ അവൻ സറണ്ടർ ചെയ്തു. ഈ ലോകം കളിയാക്കിയാലും ദൈവം പറയുന്നത് നടക്കുമെന്ന് അവൻ എന്ത് ചെയ്തു? അത് സമയമില്ലാതെ എബ്രായ ലേഖനത്തില് ഒന്ന് വായിക്കാം. നമുക്ക് എബ്രായ ലേഖനം എടുക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണല്ലോ? 11:7.
7:11 അല്ല 11:7. By faith, Noah, being divinely warned of things. ഡിവൈൻലി വോൺ. ദൈവം മുന്നറിയിപ്പ് തരും എനിക്കും നിങ്ങൾക്കും. മക്കളെ സൂക്ഷിക്ക്, പാപമുള്ള ലോകം, പാപമുള്ള തലമുറ സൂക്ഷിക്ക്. Be warned. എന്നിട്ട് Divinely warned of things not yet seen. കണ്ടിട്ടില്ലാത്തവയെ കുറിച്ച് മുന്നറിയിപ്പ് കിട്ടിയിട്ട് Moved with godly fear. അവൻ ദൈവഭയത്താൽ നിറഞ്ഞു. ഇന്ന് രാത്രി ദൈവം പറയുമ്പോൾ ഭയത്താൽ നിറഞ്ഞു. അത് ദൈവഭയം, പേടിയല്ല ഞാൻ ഈ പറയുന്നത്. ഈ ഭയം സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭയം. അയ്യോ, എന്നെ സ്നേഹിച്ച് എന്നോട് സംസാരിക്കുന്നു, അങ്ങനെ എന്റെ ദൈവം പറയും ഞാൻ ചെയ്യണമല്ലോ, എന്റെ ഇഷ്ടമുള്ളതല്ല വിളിച്ചത്, ആണ് എനിക്കെന്റെ ദൈവം പറയും ചെയ്യണം, അങ്ങനെ ചെയ്തു. വായിച്ചു അടുത്തത്. Prepared an ark for the അവനൊരു ആർക്കുണ്ടാക്കി. എത്ര നാൾ പിടിച്ച്. ഇന്നത്തെ പോലെ അന്ന് ബുൾഡോസറോ അറക്കുന്ന മെഷീനൊന്നുമില്ല. ആൾക്കാരെയൊക്കെ ഹയർ ചെയ്ത് ആൾക്കാരെ പൊട്ടനെ വിളിച്ചു, പ്രാന്തനെ വിളിച്ചു. 100 years പിടിച്ചല്ലേ. സമയബോധം വായിക്കണം. അവൻ ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം ചെയ്തു. എന്നിട്ട് ഇനിയും പറയാം, എനിക്ക് അടുത്ത നമുക്കൊന്നും വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്. അപ്പൊ ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുക. നോഹയോടും വാദിക്കുക, നോഹയുടെ മക്കളോടും വാദിക്കുക, ഭാര്യയോടും മക്കളുടെ ഭാര്യമാരോടും വാദിക്കുക, ലോകത്തോടും വാദിക്കുക. പക്ഷെ ലോകമൊന്നും ഇതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. പക്ഷെ നോഹ ശ്രദ്ധിക്കുന്നുണ്ട്. നോഹയുടെ കിഡ്സും ശ്രദ്ധിച്ചു, ഭാര്യയുടെ മക്കളുടെ ഭാര്യമാരും ഇത് ചെയ്തു. ആത്മാവിന്റെ മൂവിന് ഹീഡ് ചെയ്തു, സറണ്ടർ ചെയ്തു. വില്ലറിഞ്ഞു, സറണ്ടർ ചെയ്തു. അവർ തീരുമാനിച്ചു എന്താ വില്ല്. പെട്ടകം നോഹ ഉണ്ടാക്കി. പക്ഷെ പെട്ടകം ഉണ്ടാക്കിക്കൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. നീ പെട്ടകത്തിനകത്ത് മഴയൊന്നും വീണില്ലല്ലോ, മഴയൊന്നും കാണട്ടെ. അല്ല ചോദിച്ചില്ല. കണ്ടു, മൃഗങ്ങൾ വരുന്നത് കണ്ടു. നോഹ കയറി. മക്കൾ പറഞ്ഞു അപ്പച്ചൻ വേണം പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് പുലവര് മക്കളും കയറി. മുകളിൽ അവരുടെ കൂട്ടുകാരെല്ലാം ഡിഫറെന്റ് തിങ്സ് ചെയ്യുക. നാട് ഓടുമ്പോ യു വാണ്ട് ടു ബി ലൈക്ക് ഐ വാണ്ട് ടു ബി ട്രെൻഡ് അനുസരിച്ച് പോകാൻ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. ട്രെൻഡ്, ഡോണ്ട് ഫോളോ ട്രെൻഡ്സ്, ഫോളോ ദ വേർഡ്, ഫോളോ ഗാഡ്, യു വിൽ സേവ് യുവർ ലൈഫ്. അവർ ട്രെൻഡിനനുസരിച്ച് കൂട്ടുകാരോട് ഓടിയില്ല, അവർ ഫാദറിന്റെ കൂടെ നിന്നു. ബിക്കോസ് ദേ നോ ഹി ഹേർഡ് ദ വേർഡ് ആൻഡ് ദേ സറണ്ടർഡ് ടു ദ വേർഡ്. ദേ ഓൾസോ എന്റർഡ്. ദൈവം വാതിൽ അടച്ചു. പാട്ടുകാരൻ പണ്ട് പാട്ടും, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സഹോദരരെ, സമയമില്ല. അതിനുശേഷം ഒരു വാക്യം കൂടി ഞാൻ വായിച്ചിരുന്ന താങ്കൾ സമയം പോയിക്കൊണ്ട് നമുക്ക് 1 പത്രോസിന്റെ ലേഖനം എടുക്കാം. 3-ാം അധ്യായം 20-21 വാക്യം. ഇന്ന് രാത്രികാലം ദൈവ ഇഷ്ടം നിന്നെ അറിയിക്കുമ്പോൾ അതിന് കീഴ്പ്പെടും. നോക്കണം, ഈ വചനം ഇത് ഇന്നലെ തുടങ്ങിയല്ലോ. കർത്താവിന്റെ വചനം മനോഹരമാണ്. അന്ന് പഠിച്ചു വന്ന എല്ലാം കൂടി ആ ടീം വായിച്ചോ. അനുസരണം കെട്ടവരോട് സംസാരിക്കാൻ പോയതിനെ കുറിച്ച് പറയുന്നു. അടുത്തത് യേശു പോയി. നോഹയുടെ കാലത്ത് ദൈവത്തിന്റെ ദീർഘക്ഷമ കാത്തിരുന്നു രക്ഷപ്പെടാൻ. പക്ഷേ ആ പെട്ടകം പണിതുകൊണ്ടിരുന്നപ്പോൾ ടൈം 100 വർഷം കൊടുത്തു. മാനസാന്തരപ്പെടുവാ, നാശം വരുന്നു, വാ, രക്ഷപ്പെടുവാ, കേറ്, പെട്ടകത്തിൽ കേറ്, രക്ഷയുടെ പെട്ടകത്തിൽ കേറ്. ആരും കയറി? ആകപ്പാടെ ഫ്യൂ. എത്രണ്ണം കയറി? 8 എണ്ണം. 8 പേര് രക്ഷപ്പെട്ടു. അപ്പോഴത്തേക്ക് പത്രോസ്ലീഹ നോക്കുമ്പോ, എന്റെ ദൈവമേ, ഈ സ്നാനം പണ്ടേ ഉണ്ടായിരുന്നോ? അത് നോക്കുക. അപ്പൊ നോഹയ്ക്കത് പത്രോസ് കാണുമ്പോ ഇതെന്തുവാ? വാട്ട് ഈസ് ഇറ്റ്? സ്നാനത്തിന് മുൻകുറിയാണല്ലോ കർത്താവേത്. അപ്പോഴത്തെ പുള്ളി കുറയ്ക്കുക, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ലോകാരംഭം. അവിടെ 8 പേര്, അല്പജനം 8 പേര്. എങ്ങനെയാ? എന്നിട്ട് പത്രോസ്ലീഹ പറയുക, അത് സ്നാനത്തിനൊരു മുൻകുറി. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? അതിലുണ്ടാക്കുന്ന ഇതല്ല. സ്നാനത്തിനൊരു മുൻകുറി. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിൽ കൂടി. അപ്പൊ പിന്നെ പത്രോസ് പറയാ, അയ്യോ, സ്നാനം കുളിച്ച് ദേഹത്തെ അഴുക്ക് കളയാനല്ല കേട്ടോ ഇത്. ആമേൻ. സ്വന്തം നിങ്ങൾ വീട്ടിൽ കുളിക്കുന്നില്ലേ? ഇത് ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷി, അപേക്ഷയായിട്ടത്രേ. അടുത്ത വായിക്കുമ്പോൾ വായിച്ചോ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ baptism, not the removal of the filth of the flesh, but the answer of a good conscience to conscious God.
through the resurrection of Jesus Christ. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ നമ്മെ എന്ത് ചെയ്യും? പുനരുദ്ധാനത്തിന്റെ ദിവസം വരുന്ന ഇന്ന് രാത്രി സുപ്രസാദകാലം രക്ഷാവൻ കേട്ടനുസരിച്ചോ. ഒരു കാര്യം വാഗ്ദത്തം കൂടെ ഉണ്ട്, അതോട് നമുക്ക് വായിക്കാം. 54 യെശയ്യാപ്രവചനം 54 ആമേൻ. 54 അധ്യായം എടുത്താട്ടെ യെശയ്യാപ്രവചനം. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ബുക്ക് ഓഫ് ഐസയ, അതോട് നമ്മൾ പാട്ടുപാടി അവസാനിപ്പിക്കാം. 54 അധ്യായത്തിന്റെ അതിന്റെ 9ഉം 10ഉം വാക്യങ്ങള്. For this is like the waters of Noah. ഇത് നോഹയുടെ വെള്ളങ്ങൾ പോലെ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് രാത്രികാലം ആരെങ്കിലും കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്നവർ, വേദനകൾ കൂടി കടന്നു പോകുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു തന്നാൽ ദൈവം പറയും ഇത് നോഹയുടെ വെള്ളങ്ങൾ പോലെ എന്ന് കർത്താവ് പറയും. എന്നിട്ട് വായിച്ചു For അടുത്ത as I have sown that the waters of Noah would no longer cover the earth, so I have sown that I would not be angry with you nor rebuke. മോൻ ആരാ അവൻ അത് പറഞ്ഞത്? അവൻ ജോവാശ് പറഞ്ഞു, മഴവില്ല് കാണിച്ചിട്ട് പറഞ്ഞു ദൈവം, പണ്ട് ഞാൻ നോഹയുടെ കാലത്ത് പറഞ്ഞു ഇനിയും വെള്ളപ്പൊക്കത്താൽ ഭൂമിയെ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ ഞാനിനി നിന്നെ തകർക്കത്തില്ല, ഞാനിനിയും നീ നശിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് ദൈവം പറയുക. അടുത്തത് 10ാമത്തെ വാക്യം മോളെ. The mountains shall depart and the hills കുന്നുകൾ നീങ്ങിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും, but my kindness shall not depart from you. എന്റെ ദയ നിന്നെ വിട്ടെന്ത് ചെയ്യത്തില്ല, എന്റെ സമാധാന നിയമം നിന്നെ വിട്ടെന്ത് ചെയ്യത്തില്ല. മഴവില്ല് വെച്ചതുപോലെ ഇന്നു രാത്രി നിന്നോടും നിന്റെ തലമുറയോടും നിന്റെ സകല കുടുംബത്തോടും ദൈവം ഉടമ്പടി ചെയ്യുന്ന ദൈവം. ഞാൻ നിന്നെ ക്രഷ് ചെയ്യത്തില്ല, ഞാൻ നിന്നെ നശിപ്പിക്കത്തില്ല. നീ നാശത്തിൽ കൂടെ പോയി, നീ കഷ്ടത്തിൽ കൂടെ പോയി സമയില വായിപ്പിക്കുന്നതിന് മുമ്പ് വിവാഹ ജീവിതത്തിൽ തള്ളപ്പെട്ട ഒരു വിധവയെ പോലെ, കുടുംബജീവിതത്തിൽ വന്ന് തള്ളിക്കളഞ്ഞവനെ പോലെ ഒറ്റയ്ക്ക് നീ നിരാശയുടെ നെല്ലിപ്പലക കാണുമ്പോൾ ഇന്ന് രാത്രി നിന്നോട് ദൈവം പറയാ, കുഞ്ഞേ ഇനി ഞാൻ നിന്നെ തകർക്കത്തില്ല, ഞാൻ നിന്നെ പണിയും, എന്റെ ദയ നിന്നെ വിട്ടുമാറത്തില്ല, ഞാൻ എന്റെ സമാധാന നിയമം നിന്നോട് ചെയ്യും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ എഴുന്നേൽക്കാൻ നമുക്ക് ഗാനം